കൂട്ടുകാരെ, ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിൽ ഒരു 4 വരി കൂടി പാടിയിടാം. എൻ്റെ അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അമ്മ ഭയങ്കര വയലൻ്റാണ്, അപ്പോഴും അങ്ങനെയാണ്. അമ്മ ഏത് സമയത്തും അതാണ്. ആ വയസ്സായ ആളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അമ്മയ്ക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ പാട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനത് പാടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പാടാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ചേലില മൗലിയിൽ പീലി ചാർത്തി, കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി, ചെന്താമര ഇതൾ കണ്ണീനേറ്റം, ചന്തം കല പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ അമ്മ വന്ന്, സോറി ബാക്കി ഞാൻ പിന്നെ പാടുന്നത്. അമ്മ അവിടെ ചെന്നിരി, ഞാൻ പാടാം, വരാം, പോ, ചെന്നിരി സ്ഥലമുണ്ട്, പോയിരി. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതാണ് സ്കിന്ന് കട്ടിയാകുന്ന അവസ്ഥ. ഈ ലൈക്കൻ പ്ലാന്റ്സ് വരുന്ന എല്ലാ ആൾക്കാർക്കും അവസാനം ആകുമ്പോഴത്തേക്ക് അത് ക്യാൻസറായിട്ടാണ് വരുന്നത്. കാരണം ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് തൊണ്ടയിലും നാക്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ദിവസം മൂക്കിലൂടെ ട്യൂബ് കൊടുത്താൽ തന്നെയും നമുക്ക് അത് ഇൻഫെക്ഷനായി വായിൽ നിന്നും മൂക്കിൽ നിന്നെല്ലാം അതിൻ്റെ ഇത് പുറത്തേക്ക് വരും. അപ്പം നമുക്ക് അത് ഒരുപാട് അതിനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ തന്നെ കരളിൻ്റെയും വൃക്കയും എല്ലാം അത് ബാധിക്കും. അപ്പം അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് നമുക്കത് പൂർണ്ണമായിട്ടും ഇതാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് ആഹാരം അവസാനമായിട്ട് അവന് ഉപ്പ് യൂസ് ചെയ്താണ് അവന് കിടന്നത്. ഇപ്പം ഞാൻ ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വിചാരിക്കും, എൻ്റെ വീട്ടിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാനും അമ്മയും കുഞ്ഞുമാണ് ഉള്ളത്. അല്ല, കുഞ്ഞ് മരിച്ചുപോയി, അമ്മയും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ സഹായിക്കുന്നതിന് ഒരു പരിധി കൂടുതലും നമുക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ നിങ്ങളാരും വിഷമിക്കേണ്ട. എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ആ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അതിലാരും ഒരുപാട് പേരെൻ്റെ കുഞ്ഞിനെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്മ വരട്ടെ. ഇപ്പം ഞാൻ നാളെ ഇതൊരു വീഡിയോ ആയിട്ട് വരും. ഇന്ന് രാവിലെ ഞാൻ ഇത് ബ്യൂട്ടി ടിപ്സ് ഇട്ടായിരുന്നു. നമ്മളാരും വലിയവരല്ല, നമ്മളെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ്.